ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ വേണ്ട അഖില ആകെ വിഷമത്തിലാണ്. അപ്പോൾ മീനു അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുകയാണ്, അതെ നീ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾ രണ്ടുപേരുടെയും ഇടയിലുള്ള ആ അടിപിടി ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ. അതെ, ഇന്ന് അടികൂടും, നാളെ സ്നേഹിക്കും, മറ്റന്നാൾ അടികൂടും, പിന്നെ സ്നേഹിക്കും. എന്നിട്ട് ഇപ്പം എന്താ? ഇപ്പം ഡിവോഴ്സിനെ കുറിച്ച് പറയാൻ മാത്രം എന്താ ഉണ്ടായത് അഖില? അന്ന് ഞാൻ അവനെ തല്ലിയില്ലേ, അതിൻ്റെ പക അവൻ മനസ്സിൽ കിടപ്പുണ്ടായിരിക്കും. അതായിരിക്കും ഓരോ ദിവസവും അതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുക. നിന്നോട് ഞാൻ അവനോട് മാപ്പ് പറയാൻ പറഞ്ഞതല്ലേ, നീ പറഞ്ഞില്ലേ അഖില? ഞാൻ പറഞ്ഞു ചേച്ചി, പക്ഷേ അവനത് ചെവിക്കൊണ്ടില്ല. അവനെന്തോ കളിയാക്കുന്നത് പോലെയാ. മുമ്പ് അവൻ സോറി പറഞ്ഞപ്പോൾ ഞാൻ കേട്ടില്ല അത്രേ. അതുകൊണ്ടത്രേ പെട്ടെന്ന് വന്ന ഡിവോഴ്സിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു ഷോക്കായിപ്പോയി ചേച്ചി എന്ന് പറഞ്ഞു. സത്യമോ ഞാനീ പറയുന്നത്? അതെന്താ ഇപ്പം ചെയ്യുക എന്നറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അഖില ആകെ നിന്ന് വിഷമിക്കുകയാണ് കേട്ടോ. അതെ, ഞാനിനി എന്താ ചെയ്യേണ്ടത്? നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയില്ലേ? നിന്നോടാ ചോദിച്ചത്. എന്താ അഖില നീ മിണ്ടാത്തത്? നീ എന്താ അവനോട് പറഞ്ഞതെന്നാ ചോദിച്ചു കേട്ടില്ലേ? അത് പിന്നെ നീ എന്നെ ഡിവോഴ്സ് ചെയ്യുന്നതിന് മുൻപേ ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. എടി, നീ എന്ത് പണിയാണ് കാണിച്ചത്? അപ്പം മീനു മിണ്ടാതെ കയറിപ്പോവാണ്. ചേച്ചി, എനിക്കിനി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. നീ എന്താ മനസ്സിലൊക്കെ വിചാരിച്ചു വച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവനെ പിന്തിരിപ്പിക്കുന്നത് നോക്കുന്നതിന് പകരം നീയും അവനോട് അങ്ങനെ തന്നെ പറഞ്ഞു അല്ലേ? നിൻ്റെ ഈ വാശിയൊന്ന് ഒഴിവാക്കി ആകില്ല. കുറച്ചൊക്കെ വിട്ടു കൊടുക്കണം. ഞാൻ എന്തിനാ അവന് വിട്ടുകൊടുക്കണം? എൻ്റെ മോളെ, വിട്ടുകൊടുക്കുന്നവരുടെ ജീവിതമാണ് സുന്ദരമായി പോകുന്നത്. ദേ, കുറച്ച് താഴ്ന്നു നിന്നെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പാടില്ല. അവനും താഴ്ന്നു നിന്നൂടെ? എനിക്ക് നിന്നോടല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കേട്ടോണ്ട അർജുനയിലേ വരികയാണ് കേട്ടോ. അപ്പോൾ അർജുൻ ഇവരുടെ സംസാരം ശ്രദ്ധിക്കുക. പെണ്ണിന് മാത്രമല്ല ആണിനും കുറച്ചൊക്കെ വിട്ടുകൊടുക്കാം, അതിലൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തോക്കാൻ ഇപ്പം എനിക്ക് മനസ്സില്ല. നിനക്കൊരു ജീവിതം തന്നവനല്ലേ, കുറച്ചൊന്ന് താഴ്ന്നു നിന്നോട് കുഴപ്പമില്ല. ഓഹോ, അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടല്ലോ അല്ലേ? അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ ചേച്ചി. എന്ത് ജീവിതം ചേച്ചി അവൻ എനിക്ക് തന്നത്? പറയേ, ഈ നരകമാണോ എനിക്ക് അവൻ ജീവനമായിട്ട് സമ്മാനിച്ചത്? എല്ലാവരും നിർബന്ധിച്ചത് കൊണ്ട് അവൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടി, ഞാൻ അതിന് നിന്നു കൊടുത്തു, അത്രമാത്രം. അല്ലാതെ ആർക്കും ഒരു ജീവിതമൊന്നും കൊടുത്തിട്ടില്ല അഖില. അതെ ചേച്ചി അവനെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കല്ലേ. അവൻ എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്നതിന് മുൻപ് ഈ വീട്ടിൽ നിന്ന് പോയാലോ എന്നാ ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞു. നീ എന്താ മോളെ ഈ പറയുന്നത് എന്ന് ചോദിച്ചു. നീ ഓർത്ത് നോക്ക്, നിന്നെപ്പോലെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു തീരുമാനം എനിക്കും ഉണ്ടായിരുന്നോ? ഇപ്പം കണ്ടില്ലേ ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം എങ്ങനെ മാറി മറിഞ്ഞെന്ന്? എന്ത് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങൾക്കും ഇങ്ങനെ തന്നെ ജീവിക്കാൻ പറ്റും. നീ ഒരു കാരണവശാലും അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. നീ ഇവിടുന്ന് പോയാൽ വേദനിക്കുന്ന ഒരുപാട് പേരുണ്ടാകില്ല. അത് നീ മനസ്സിലാക്കാദ്യം. നീ ആലോചിച്ച് തന്നെ തീരുമാനിക്ക്. നോക്കില്ല, ദേ ഇവിടെ കയറി വന്നപ്പോൾ എല്ലാവർക്കും തോന്നുന്നതാണ്. എന്താ, നമുക്ക് നമ്മുടെ എല്ലാം നഷ്ടപ്പെടില്ലേ? പിന്നെ നാളെ നിങ്ങളും സന്തോഷത്തോടെ ജീവിക്കും. അച്ഛനും അമ്മയും അവിടുത്തെ വീട്ടിലെയും ഇവിടുത്തെ വീട്ടിലെയും എല്ലാവരെയും നോക്ക്. എല്ലാം ശരിയാകും അഖില. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. നിങ്ങൾ സന്തോഷത്തോടെ കഴിയുമെന്ന് കരുതി രണ്ടുപേരുടെയും കല്യാണം ഞങ്ങൾ നടത്തിയത്. സന്തോഷത്തോടെ കഴിയണം എന്ന് നിങ്ങളൂടെ വിചാരിക്കണ്ടേ? ഒരു കാര്യമില്ലാതെ പരസ്പരം പോരടിച്ച് ജീവിതത്തിൻ്റെ നല്ല സമയം മുഴുവൻ കളയുക നിങ്ങൾ. എന്തിനു വേണ്ടി? ദേ, ചേച്ചിയും അനിയത്തിയും ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവരിക, അതൊരു ഭാഗ്യം മോളെ. ദേ, നീ എപ്പോഴും എൻ്റെ കൂടെ തന്നെ വേണം അഖില. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, ഞാൻ നോക്കാം. പക്ഷെ അവൻ നിൽക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അഖില നേരെ കയറിപ്പോയി. അപ്പോൾ അർജുൻ ഇതെല്ലാം നിൽക്കുകയാണ്. നീ വിഷമിക്കാതെ മീനു, ഏതൊന്നും വലിയ കാര്യമാക്കൊന്നും വേണ്ട. അവർക്കിടയിലെ സൗന്ദര്യ പിണക്കായിട്ട് കണ്ടാൽ മതി. രണ്ടുപേരും ഡിവോഴ്സ് ചെയ്യാനൊന്നും പോണില്ല. അല്ല അർജുൻ എന്ന് പറഞ്ഞു മീനു. ആ അമ്മ ചെറുതായിട്ട് അടുത്തപ്പില്ലേ, ഇപ്പം ചേച്ചിയുടെ കല്യാണവും ഉടനെ നടക്കും. പിന്നെ ഇതേ നമ്മുടെ പ്ലാൻ വിജയിക്കാൻ പോവാണ്. ഒരു സംശയം വേണ്ട. സന്തോഷത്തോടുകൂടി ഈ വീട്ടിൽ കഴിയാൻ വേണ്ടിയല്ലേ പ്ലാൻ ഉണ്ടാക്കിയത്? നമ്മളെ മാത്രമല്ല, അഖിലും ഗൗതും ഒക്കെ കൂടെ ഉണ്ടാവും. സന്തോഷത്തോടെ തന്നെ ജീവിക്കും മീനു, നീ വിഷമിക്കാതെ എന്ന് പറഞ്ഞു. എനിക്ക് നല്ല പേടിയുണ്ട് അർജുൻ. രണ്ടുപേരും ഒന്നിച്ചിരുത്തി സംസാരിക്കണം നമുക്ക്. നോക്കാം എന്ന് പറഞ്ഞു അവർ. മീനുവിന് ശരിക്കും ടെൻഷനുണ്ട് കേട്ടോ അവരുടെ കാര്യം ഓർത്തിട്ട്. പിന്നെ കാണുന്നത് ജീവനെയാണ്. അപ്പോൾ അതേണ്ട കാഞ്ചന ജീവൻ്റെ അടുത്തേക്ക് വരികയാണ്. ആഹാ, നീ വന്നോ?
അല്ല, താൻ വന്നൂല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ സമയം വരെ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ വരുമെന്ന്. അങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നവളാണോ കാഞ്ചന? അക്കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. അന്ന് പറ്റിച്ചല്ലാന്ന് ഞാൻ ജീവേട്ടനോട് പല തവണ ഞാൻ പറഞ്ഞതാ. ജീവേട്ടന് എന്നെ വിശ്വാസമില്ല അല്ലേ ജീവേട്ടാ എന്ന് ചോദിച്ചു. അപ്പോൾ വേദന അന്ന് മുതൽ ഇന്ന് വരെ ജീവേട്ടനെ ഓർക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല, അറിയോ? ഞാൻ പുറത്തിറങ്ങാതിരിക്കാനും പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തായിരിക്കും. അയ്യോ, അങ്ങനെയൊന്നും പറയില്ല എൻ്റെ ജീവേട്ടാ. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിൽ ജീവേട്ടനുണ്ട്. ജീവേട്ടനോടുള്ള സ്നേഹവും ഉണ്ട്. അതിലൊരു മാറ്റവും ഞാൻ മറന്നിട്ടില്ല. ജയിലിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഞാൻ നിൻ്റെ പുറകെ നടക്കല്ലേ. എന്നിട്ടാണോ, ഇഷ്ടം കൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ പെരുമാറിയത്? അതെ, ആട്ടി അകറ്റുമായിരുന്നില്ലേ നീ എന്നെ? അത് പിന്നെ എന്നോട് ക്ഷമിക്കണം ജീവേട്ടാ. സത്യം പറഞ്ഞാൽ സ്നേഹക്കുറവ് കൊണ്ടല്ല ഞാൻ അങ്ങനെ പെരുമാറിയത്. അച്ഛനെ പേടിച്ചിട്ടാ. അച്ഛൻ എന്നെ ഇനിയും ഇങ്ങനെ ബന്ധം തുടർന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്നെ കൊന്നു കളയും. എനിക്കിപ്പോഴും പണ്ടത്തെ സ്നേഹം ജീവേട്ടനോടുണ്ട്. അത് പറയാനാ ഞാൻ ജീവേട്ടനെ കാണുമെന്ന് പറഞ്ഞത്. സത്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ജീവേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. നീ സത്യമാണോ? വിശ്വസിക്കാവോ നിനക്കെന്നെ? ആ, വിശ്വസിക്കാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വേഗം തന്നെ എന്നെങ്കിലും ജീവേട്ടൻ പുറത്തിറങ്ങും എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് മറ്റൊരു കല്യാണത്തിൽ സമ്മതിക്കാതെ കാത്തു നിന്നത് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണല്ലേ? 100 വട്ടം സമ്മതമാണ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്താലോ? അതെ, എപ്പോഴും അതിന് മാറ്റമില്ല. നിൻ്റെ വീട്ടുകാരുടെ സമ്മതത്തോടെ എന്താണെങ്കിലും ഈ വിവാഹം നടക്കില്ല. എന്നാൽ പിന്നെ നമുക്ക് ആരും അറിയാതെ ആ വിവാഹം അങ്ങ് നടത്തിയാലോ? അപ്പോൾ വേഗം ജീവൻ്റെ കൈ പിടിച്ചിരുന്ന കാഞ്ചന വേഗം കൈ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ കാഞ്ചന, നമുക്ക് നാളെ തന്നെ ഒരു ക്ഷേത്രത്തിൽ പോയി മാലയിട്ട് അങ്ങ് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിച്ചു. ജീവേട്ടാ, ധൃതി വേണ്ട. എന്തിനാ ധൃതി പിടിക്കുന്നത്? സമയമുണ്ടല്ലോ. അതെന്താ കാഞ്ചന അങ്ങനെ പറഞ്ഞത്? അതല്ലെന്നേ, ഞാൻ പറയാം, ഒരു ദിവസം അന്ന് നമുക്ക് വിവാഹം കഴിക്കാം. പിന്നെ അന്നത്തേന് കാത്തിരിക്കണം കേട്ടോ. അത് മാത്രമല്ല, അതുവരെ നമുക്ക് പ്രണയിച്ചിങ്ങനെ നടക്കാന്നേ എന്നൊക്കെ പറഞ്ഞ് കാഞ്ചന. അപ്പോൾ വേഗം തന്നെ ആ ജീവൻ്റെ മനസ്സ് മാറിയിട്ടോ. ഒടുക്കവൾ വീണു. കെട്ട് നടക്കട്ടെ, നിന്നെക്കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കൂടി എന്നുടനെ ജീവൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാം. ഞാൻ പറഞ്ഞത് വിശ്വസിച്ചു. എന്തൊരു മണ്ടനാ ഇയാൾ. എന്താണെങ്കിലും അനിലേട്ടനുമായിട്ട് വിവാഹം കഴിയുന്നതോടെ ഈ പ്രണയ നാടകം തുടരാം. അതാ നല്ലതെന്ന് കാഞ്ചന എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല ജീവേട്ടാ, നമ്മുടെ പഴയ പ്രണയകാലത്തെ പറ്റി ഒന്ന് ആലോചിച്ചാ, അത്രയേ ഉള്ളൂ. എന്നാൽ പിന്നെ ഞാൻ ചെല്ലട്ടെ, നാളെ കാണാം എന്ന് പറഞ്ഞു. ശരി, നാളെ ഞാൻ കാത്തു നിൽക്കും എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു കാഞ്ചന അങ്ങ് പോയി കേട്ടോ. അപ്പം ജീവൻ ഇങ്ങനെ നിൽക്കുകയാണ്. വാടി, നീ വാ, എൻ്റെ ജീവിതത്തിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് കൊല്ലിപ്പൂണ്ടാണ് എൻ്റെ നിപ്പ് കേട്ടോ. പിന്നെ അഖിലയെ കാണുന്നത്. അഖിലേനെയും ഗൗതത്തിനെയും വിളിച്ചുകൊണ്ട് വർത്തമാനം പറയാനാണ്. എനിക്ക് അവനെ കാണുമ്പോൾ തന്നെ വെറുപ്പാണ്. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മിണ്ടാതെ അവിടെ ഇരുന്നോണം. നിങ്ങൾക്കിടയിലെ പ്രശ്നം പരിഹരിക്കാനാണ് ഇപ്പം അവനെയും കൂട്ടിക്കൊണ്ട് അർജുൻ വരുന്നത്. അത് വഷളാക്കാനല്ല, അത് ഓർമ്മ വേണം നിനക്ക്. അപ്പോൾ ഗൗതത്തെയും കൂട്ടിക്കൊണ്ട് വന്നു. ഇവളുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അതിൻ്റെ ആവശ്യം എന്താ എന്ന് ചോദിച്ചുകൊണ്ട് ഗൗതം വന്ന വഴി തിരിച്ചു പോവാണ്. നിൽക്കട അവിടെ എന്ന് പറഞ്ഞ് അർജുൻ കൈക്ക് പിടിച്ചു. ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലേ ചേട്ടൻ എന്നെ വിളിച്ചുകൊണ്ട് വന്നത്? പിന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവളുടെ അടുത്തേക്ക് എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചു. അതെ, ആദ്യം സംസാരിക്കാനുള്ളത് നിങ്ങൾ രണ്ടുപേരോടുവാ, വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു. വാ ഇങ്ങോട്ട്. അപ്പോൾ അവനെ വിളിച്ചുകൊണ്ട് വന്നു. പറ, എന്താ നിങ്ങൾ വിചാരിച്ച് വെച്ചിരിക്കണത്? നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാനൊക്കെ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അത് പുറത്തറിഞ്ഞൂലേ? അത് മറ്റാരും അറിയണ്ടായെന്ന് ഞാൻ കരുതിയതാ. സാരമില്ല, ഇനിയിപ്പോൾ എപ്പോഴാണേലും അറിയേണ്ടതല്ലേ അല്ലേ എന്ന് ചോദിച്ചു അഖിലയോട്. അപ്പോൾ അഖില ഒന്നും മിണ്ടിയില്ല. എടാ, ഡിവോഴ്സ് ചെയ്യാൻ എന്താ കാരണം? ഒത്തുപോകാൻ പറ്റണില്ല, സെറ്റാവുന്നില്ല. എന്താ സെറ്റാവാത്തത്? അതെനിക്കറിയില്ല. എനിക്കിവളെ വേണ്ട എന്ന് തോന്നുന്നു, അത്ര തന്നെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഡിവോഴ്സ് ചെയ്യുന്നു, അത്ര തന്നെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ നിൽക്കുകയാണ് കേട്ടോ. എടാ, ഇവളെ വേണ്ട എന്ന് പറയണമെങ്കിൽ ഒരു കാരണമുണ്ടല്ലോ. സന്തോഷമല്ലേ നമ്മൾ ടൂർ പോയി വന്നത്? പിന്നെ എന്ത് പറ്റിയടാ? 2 വീട്ടുകാർ പറഞ്ഞാൽ എന്തുമാത്രം വിഷമിക്കുമെന്ന് അറിയുമോ? പുറത്ത് കാണുന്ന പോലെ അല്ലല്ല, ഞങ്ങൾക്കിടയിൽ എപ്പോഴും വഴക്കാം. ശരിയാവും ആദ്യം കരുതിയത്, പക്ഷെ ഒരിക്കലും ശരിയാവില്ല. ഡിവോഴ്സ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. എടാ, ശരിയാവൂടാ ഞാൻ പറയുന്നതെന്ന് കേൾക്കാം. വേണ്ട അർജുൻ എന്ന് പറഞ്ഞു. ഇനി നീയൊക്കെ പറയുന്നത് കേട്ടത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഗതി വന്നത്. ഇനി ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ഇവളെ കെട്ടേണ്ടി വരികയും ജീവിക്കുകയും ചെയ്യേണ്ട വന്നത്. ഞാൻ ഇവളെ ഡിവോഴ്സ് ചെയ്യും.
നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? നീ എന്താ ഇതിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണത്? ഡിവോഴ്സ് ചെയ്തിട്ട് നീ എന്താ വേറെ പെണ്ണിനെ വല്ലതും കണ്ടുപിടിച്ചിട്ടുണ്ടോ കെട്ടാനായിട്ട്? ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ തന്നെയാണ്, അതാ ഇപ്പോഴത്തെ സ്റ്റൈല് എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ അപ്പോൾ വേഗം അഖിലയെ നോക്കി നിന്നിട്ട് പിന്നെ അതെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ പടിയൊന്നുമില്ലേ? എന്തിനാ ഇവൻ്റെ കാല് പിടിക്കത് എന്ന് ചോദിച്ചു അഖില. എനിക്ക് വേണ്ടിയിട്ട് ആരും കാല് പിടിക്കണ്ട അഖില എന്ന് വിളിച്ചു മീനു. ഇവൻ്റെയൊക്കെ കൂടെ ഒന്നിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നത് തന്നെയാണ് ചേച്ചി. എന്തിനാ വെറുതെ? നോക്ക്, എന്നെ വേണ്ടാത്തവന് എനിക്ക് നിന്നെയും വേണ്ടടാ. ഡിവോഴ്സ് ചെയ്യുക തന്നെ ചെയ്യാം. നീ ഡിവോഴ്സ് ചെയ്യല്ലേ പറഞ്ഞാൽ ഞാൻ നിൻ്റെ പുറകെ വരുമെന്നാണോ നീ കരുതിയത്? ഒരിക്കലുമില്ല. ഒന്ന് പോയേ എന്ന് പറഞ്ഞു. അതെ, നീ പോയാൽ ഞാനും സ്വതന്ത്രമായിട്ട് ജീവിക്കും എന്ന് പറഞ്ഞ അഖില എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ വേഗം തന്നെ കണ്ടോ, ഇപ്പം ദയവ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും ഈ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞ് ഗൗതവും അങ്ങ് പോയി. അപ്പോൾ വേഗം തന്നെ അവർ രണ്ടുപേരും പോയി കഴിഞ്ഞപ്പോൾ മീനുവിനാകെ സങ്കടമായി. മീനു വിഷമിക്കാതെ ഏതറ്റം വരെ പോയി നോക്കട്ടെ, അതിനുശേഷം നമുക്കൊരു തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ് വേഗം അവരങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കാഞ്ചനേനെയും മല്ലികനെയാണ്. അപ്പോൾ മല്ലിക കാഞ്ചന അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായി ജീവൻ? ശരിക്കും മല്ലികാൻ്റി പറഞ്ഞ പോലെ തന്നെ അയാൾ മണ്ടൻ. ഞാൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു. നിൻ്റെയും അനിലിൻ്റെയും വിവാഹക്കാരി അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇല്ല എന്ന് പറഞ്ഞു. ശരി, അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് അനിലിൻ്റെ കോള് വരുന്നത്. അപ്പം ഞാൻ അനിലേട്ടൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്നിങ്ങനെ കാഞ്ചന പറയാണ്. പിന്നെ സുഖിപ്പിക്കാതെ, ഞാൻ വിളിച്ചതേ ഒരു കാര്യം പറയാനാ. നാളെ ഞങ്ങൾ വിവാഹ ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട്. നീയും കൂടെ ആ സമയത്തേക്ക് വരികയാണെന്നെങ്കിൽ നമുക്ക് നിനക്കിഷ്ടമുള്ളത് എടുക്കാമായിരുന്നു എന്ന് പറഞ്ഞു. നാളെ ഞങ്ങളും പോകുന്നുണ്ട്. ഞങ്ങളും കൂടി പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എങ്കിൽ നമുക്ക് ഒരിടത്തേക്ക് പോവുകയാണെങ്കിൽ കാണാമല്ലോ. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞവർ സമ്മതിച്ചു. എങ്കിൽ 10 മണിക്ക് ഈ പറഞ്ഞ സ്ഥലത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞ് അവർ ഫിക്സ്ഡ് ചെയ്തു കേട്ടോ. അപ്പം മല്ലികയോട് ഇങ്ങനെ പറയുകയാണ്, എന്താ കല്യാണ ഡ്രസ്സ് എടുക്കുന്ന കാര്യമാണ് ലേട്ടൻ പറഞ്ഞത് ചെറിയമ്മേ. പിന്നെ നാളെ ചെറിയമ്മ വരുന്നുണ്ടോ? ഇല്ല, നീ പോയിട്ട് വാ. പിന്നെ ജീവൻ്റെ കയ്യിലൊന്നും പെണ്ണും ചെന്ന് പെടാതെ സൂക്ഷിച്ചോണം, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഭയങ്കര സ്വപ്നമൊക്കെ കണ്ടിരിക്കുകയാണ് കാഞ്ചന. പിന്നെ നമ്മുടെ പ്രഭാവതി ആളാകെ ദുഃഖിച്ചിരിക്കുകയാണ്. അപ്പം മഹേന്ദ്രൻ അങ്ങോട്ടേക്ക് കയറി വന്നു. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് ആലോചിച്ച? എന്ത് പറ്റി നിനക്ക്? നീ കിടക്കുന്നൊന്നുമില്ലേ എന്ന് ചോദിച്ചു. നീ എന്താ? ഒന്നുമില്ല, വെറുതെ ഇരുന്നേ ഉള്ളൂ. കിടക്കണം എന്ന് പറഞ്ഞു. ഉറക്കം വരുന്നില്ലേ? ഇല്ല എന്ന് പറഞ്ഞു. എന്തു പറ്റി? അത് ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ഈ മുറിയിലാണ് കിടക്കുന്നത്. അതെന്താ? അത് അത്ഭുതമാണല്ലോ. എന്ത് പറ്റി? മല്ലിക വന്നതോടെ തനിച്ചായതുപോലെ തോന്നുന്നുണ്ട് അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടിയില്ല പ്രഭാവതി. അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു. നീ മരുമക്കളോടൊന്ന് സ്നേഹമായിട്ട് ഇടപെട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാഞ്ചനയ്ക്ക് എന്താണെങ്കിലും നിന്നോടൊരു അകൽച്ച പോലെ തോന്നുന്നുണ്ട് അല്ലേ പ്രഭാവതി? അപ്പോൾ പ്രഭാവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ആളാകെ ദുഃഖിച്ച് നിൽക്കുകയാണ്. ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ ആള്. അതൊന്നുമല്ല കാരണം. പിന്നെ എന്താ നിൻ്റെ ഈ വിഷമത്തിന് കാരണം എന്ന് ചോദിച്ചു. അത് പിന്നെ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ മഹേന്ദ്രേട്ടന? അത് പിന്നെ മറക്കാൻ പറ്റുമോ? നിൻ്റെ നാളത്തെ ജന്മദിനമല്ലേ എന്ന് ചോദിച്ചു. മഹേന്ദ്രേട്ടനെങ്കിലും ഓർത്തിട്ടുണ്ടല്ലോ, ഭാഗ്യം. എനിക്ക് അതാണോ നിൻ്റെ സങ്കടത്തിന് കാരണം? അതൊന്നുമല്ല എന്ന് പറഞ്ഞു. എല്ലാ വർഷവും മക്കൾ ഇതൊക്കെ ആഘോഷിക്കാറുള്ളതാണ്. തലേ ദിവസം തന്നെ ഒരുക്കം തുടങ്ങും, നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കും. ഇപ്പം കണ്ടോ, അവർക്ക് ഭാര്യമാരായി, അവരുടെ കുടുംബമായി. ഇപ്പം ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. ആര് പറഞ്ഞോ? ആരൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിലും ഞാൻ ഓർത്തില്ലേ? അതുപോലെ നിനക്ക്. നീ പറ, നമ്മൾ നല്ല ഗംഭീരമായിട്ട് ആഘോഷിച്ചിരിക്കും, അതിലൊരു മാറ്റവും ഇല്ല. അതൊന്നും വേണ്ട. നാളെ നമുക്ക് രണ്ടുപേർ കൂടെ രാവിലെ ക്ഷേത്രത്തിൽ പോകണം, ഒരു പായസം അതിലൊതുക്കാം. ശരി, എന്നാൽ നിൻ്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആരുമില്ലാത്ത അവസ്ഥയിലെത്തി. അപ്പം കാഞ്ചന നേരത്തെ കാഞ്ചനയാണെങ്കിൽ കാഞ്ചന മല്ലിക ചെറിയമ്മ കിട്ടിയപ്പം ആ വഴിക്കും പോയി എന്ന് പറഞ്ഞു. നമ്മൾ രക്ഷ. അപ്പോൾ ഇവർ ഭയങ്കര സന്തോഷത്തിലായി. എന്നാൽ നമുക്ക് കിടക്കാം എന്ന് പറഞ്ഞ് ഇവരങ്ങനെ കിടക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ മാലുവിനെയും രാഖിയും അമ്മയും മോഹിനിയും എല്ലാം കൂടി ഇരിക്കുകയാണ്. അപ്പോൾ അതേണ്ട രാജേന്ദ്രനെ വിളിക്കുകയാണ് മാലു. അപ്പോൾ രാജേന്ദ്രൻ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ, കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ? ആര്? പ്രശാന്തനോ? അവനെ എവിടുന്ന് കിട്ടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. രാജേന്ദ്രൻ എന്താ പറഞ്ഞ മാലു? ഇന്ന് വരുന്നില്ല, നാളെ വരാം എന്നാ പറയുന്നത്. സുഹൃത്ത് വിടുന്നില്ലാത്രേ, അതാണ് പ്രശ്നം.
അപ്പം മോഹിനി രാജേന്ദ്രനെ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്, എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്നുള്ളത് ഉറപ്പാ എന്നിങ്ങനെ മോഹിനി പറയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്ത വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.